എന്ത് പ്ലാൻ ചെയ്താലും നീ ഇത് നശിപ്പിക്കുന്നതാ എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റാത്തത്. അന്ന് നീ ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അന്ന് എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷേ ഒന്നിനും ഒരു വ്യക്തതയുമില്ല. നിനക്കിങ്ങനെ ഇല്ലാത്തതുണ്ടെന്നും നിന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്ത അപ്പോഴൊക്കെ എനിക്കിങ്ങനെ മനസ്സിലാവാത്തതും യുക്തിക്ക് നിരക്കാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. എടാ, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അമിതമായ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ഹാലൂസിനേഷൻ ആണോ എന്നാണ്. ഏയ്, ഞാൻ അത്രയ്ക്കൊന്നും മദ്യപിക്കാറില്ല. അത് ഞാൻ വിശ്വസിക്കത്തില്ല. നമ്മൾ ഒരുമിച്ച് എത്രയോ പ്രാവശ്യം ബാറിൽ പോയിട്ടുണ്ട്. നീ എത്രത്തോളം കഴിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്യാവശ്യത്തിന് കിളി പോകാൻ അതൊക്കെ ധാരാളാ. ഇതങ്ങനെയൊന്നും അല്ല ഗോകുലേ. പക്ഷേ അതെന്താണെന്ന് പറഞ്ഞു തരാനും എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. പിന്നെ ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് കാര്യവും കാരണവും ഒക്കെ ബോധിപ്പിക്കാം. എനിക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പല തവണയായി നീ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിക്കഴിഞ്ഞു. മാളൂന്ന് അവിടുന്ന് പൊക്കാന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല. മഹിയെ തീർക്കാന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല. നീ എന്റെ കയ്യിൽ നിന്ന് കാശൊക്കെ വാങ്ങിയിട്ട് എന്നെ പൊട്ടനാക്കാനൊരു പ്ലാനെങ്കിൽ അത് നടക്കില്ല മോനെ. എനിക്കങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് ഗോകുലിനോട് ഇടപെടുന്നത്. പക്ഷേ ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, എനിക്കൊരു അവസരം കൂടി താ. ഇത്തവണ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. പല പ്രാവശ്യം നീ ഇതേ രീതിയിൽ സംസാരിച്ചതാ, എന്നിട്ടൊന്നും നടന്നില്ല. ഇനിയും നടക്കുന്ന എനിക്ക് വിശ്വാസവുമില്ല. എന്നാലും ഒരവസരം കൂടി തരാം. മതി, അത് മതി. ഇപ്രാവശ്യം നോക്കിക്കോ, ഒരു പിഴവും ഞാൻ വരുത്തില്ല. പിന്നെ എന്റെ കയ്യിലെ കാശെല്ലാം തീർന്നു. ഒരു 50,000 രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം രാഹുൽ വീട്ടിലേക്ക് ചെല്ലേ. അല്ല, അപ്പോ പൈസ നോക്കാന്നേ. ചെല്ലേ. ശരി, ഞാൻ പോവാ. അതെ, കയ്യില് കാശില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ടാ. കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ മനസ്സ് സന്തോഷമായിട്ട് ഇരിക്കണമല്ലോ. കാര്യങ്ങളൊക്കെ നടന്നാ കൂടുതൽ നേട്ടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സന്തോഷം താനേ വന്നോളും. രാഹുൽ ചെല്ല്, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ശരി. ഗംഗേ, 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 ഗംഗേ. മഹേട്ടാ, 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 എഴുന്നേക്ക്. മഹേട്ടാ, 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 മഹേട്ടാ. എന്താ? ഉറക്കത്തില് മഹേട്ടൻ പിച്ചും പേയും ഏതോ പിശാചിന്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. മരുന്നിന്റെ സെഡേഷൻ ആയിരിക്കും. ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അലാം എന്തെങ്കിലും വെക്കണം. എന്തിനാ? എനിക്ക് കൃത്യസമയത്ത് ഗംഗ മരുന്നൊക്കെ എടുത്തു തരുന്നുണ്ട്. എന്നിട്ട് മഹേട്ടൻ ഇപ്പൊ ഉറക്കമല്ലായിരുന്നോ? ആരും വിളിച്ചുണർത്തി മരുന്ന് തന്നില്ലല്ലോ. ഞാൻ എടുത്തു തരാം. അതിന് ഇപ്പൊ കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് ശ്രേയയ്ക്ക് അറിയാമോ? ഗംഗേ, ഇതിലേത് മരുന്നാ ഇപ്പൊ മഹേട്ടന് കൊടുക്കാനുള്ള? ഇപ്പൊ മഹേട്ടന് മരുന്നൊന്നും കഴിക്കാനില്ല. ഇല്ലായിരുന്നോ? ഇല്ല ശ്രേയച്ചി.
എന്നാ ഇനി നോക്കിയ സമയത്തിന് മഹേട്ടന് മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ആ ഗംഗയുടെയും നകുലന്റെയും വിവാഹം ഇനി നീട്ടിവെക്കുന്ന ശരിയാണോ? നകുലനും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് എന്നെ ആഗ്രഹം. അവനാണെങ്കി എപ്പോഴും ഇവിടെ വന്ന് പോകുന്നുണ്ട്. അയാൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാനും അത് ഓർക്കാഞ്ഞിട്ടല്ല മോനെ. പക്ഷേ ഈ ആലോചന കൊണ്ടുവന്നതും വിവാഹം പെട്ടെന്ന് നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിശ്ചയം വരെ എത്തിച്ചതും ജാനകിയമ്മയാ. നകുലൻ ഇവിടെ വരുന്നതിനോ ഗംഗി കാണുന്നതിനോ നമ്മൾ എതിര് പറഞ്ഞ അത് ജാനകിയമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. ഇനി വെറുതെ ആ വിവാഹം നീട്ടിക്കൊണ്ടുപോയി നാട്ടുകാർക്ക് കഥകൾ ഉണ്ടാക്കി പറയാൻ അവസരം കൊടുക്കണ്ട. നമുക്ക് ആലോചിക്കാം. ഇനി എന്താ ആലോചിക്കാനാ? വിവാഹം എന്ന് നടത്താമെന്ന് ആലോചിക്കാന്നാ ഞാൻ പറഞ്ഞത്. ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നിശ്ചയിക്കണം. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കാം. വിവാഹം നടത്ത. അതിന്റെ ഒപ്പം നിന്റെയും ശ്രേയയുടെയും കൂടി വിവാഹം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അവളും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നീ എന്തോന്നും പറയാത്തത്? വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതെന്താ മോനെ? നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ? ശ്രേയ എത്രയോ നാളായി നിന്റെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് അവളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാ. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ എന്റെ മനസ്സിലുമുണ്ട്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് അമ്മയോട് തുറന്നു പറ. നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ. ഞാനിപ്പോ ഒന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ നകുലിനെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത്? അവനെക്കുറിച്ചുള്ള സംശയം നിനക്കിതുവരെ മാറിയില്ലേ? ഇവളാണ് മഹിയേട്ട, മഹിയേട്ടന്റെ ഭാര്യയാകേണ്ടവൾ. മഹിയേട്ടനും മാളുവിനും ഇനി തുണയാകേണ്ടവൾ. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് എനിക്കറിയാം. അതിനി പരസ്പരം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാത്രം. നിക്കടിയോടെ. നിന്നോട് ഇവിടെയുള്ള എല്ലാരും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ മഹേഷിന്റെ കാര്യങ്ങൾ നോക്കണ്ടെന്ന്. പിന്നെ എന്താടി നിനക്കത് അനുസരിക്കാൻ ഇത്ര മടി? നീ നോക്കേണ്ടത് നകുലിന്റെ കാര്യങ്ങളാ. മഹേഷിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. ഇക്കാര്യം ദിവസം 4 നേരം മരുന്ന് തരുന്നത് പോലെ പറഞ്ഞു പഠിപ്പിച്ചാലും പിന്നെ നീ മഹേഷിന്റെ പിന്നാലെ പോകുന്ന എന്തിനാ? അത് ശ്രേയച്ചി,
മഹേട്ടന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയാൽ മതിന്ന് മഹേട്ടൻ പറഞ്ഞല്ലോ. മഹിയേട്ടന് ഓർമ്മക്കുറവുണ്ട്. തലയടിച്ച് വീണ് ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന ആളാ മഹിയേട്ടൻ. അങ്ങനെ ഒരാള് പറയുന്നതിന് അത്രയ്ക്കുള്ള പ്രാധാന്യം കൊടുത്താ മതി. മഹേട്ടന് ഒരു ഓർമ്മക്കുറവും ഇല്ല. മഹേട്ടൻ എല്ലാം കൃത്യമായി തന്നെയാ പറയുന്നത്. എന്നോട് മഹേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മഹിയേട്ടന്റെ കാര്യങ്ങൾ നീ നോക്കുന്നത് ഞാൻ കാണുന്നില്ലെന്ന് നീ കരുതരുത്. എവിടെയെങ്കിലും മഹിയേട്ടന്റെ കാലൊന്ന് ഇടറിയാ ഉടനെ നീ ഓടി വന്ന് താങ്ങി പിടിക്കുന്നുണ്ടല്ലോ. നീ ഇതെങ്ങനെയാ അറിയുന്നതും കൃത്യസമയത്ത് ഓടിയെത്തുന്നതും? അതോ ഇത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഒരാൾക്ക് കാല് തെന്നുന്നു, വീഴാൻ പോകുന്നു, ഉടനെ ഓടി വരുന്നു, താങ്ങി പിടിക്കുന്നു, കണ്ണില് നോക്കി നിൽക്കുന്നു. ശ്രേയച്ചി എന്തൊക്കെയാ പറയുന്നേ? മഹിയേട്ടൻ നടക്കുമ്പോ ഞാനത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ശ്രദ്ധ മനസ്സിൽ എപ്പോഴും ഉള്ളതുകൊണ്ടാ മഹിയേട്ടൻ വീഴാൻ തുടങ്ങിയാ ഞാൻ അറിയുന്നത്. അതുകൊണ്ടാ ഞാൻ ഓടിയെത്തുന്നത്. 10 പൈസയുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നീയാണോ ശ്രദ്ധയെ കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ വരുന്നേ? നീ വലിയ ആളാവാൻ ശ്രമിക്കരുത് ഗംഗേ. നിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നിന്നെ ആ നകുലിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാനിങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നത്. അതെന്റെ തോൽവിയായി നീ കാണരുത്. നിന്നെ തീർക്കാനും നിന്റെ ഈ ഷോ അവസാനിപ്പിക്കാനും എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇനി നീ ഇവിടെ കിടന്ന ആള് കളിച്ചാലേ ഞാനത് ക്ഷമിച്ചു തരുമെന്ന് നീ വിചാരിക്കണ്ട. നിനക്കുള്ളതാ ഈ രീതിയിൽ ഞാനങ്ങ് തരും. ശ്രേയച്ചി വിട്. എനിക്ക് വേദനിക്കുന്നു. എന്നൊന്നും ചെയ്യല്ലേ. വിട് വിട് ശ്രേയച്ചി. ചേച്ചി വിട്. എന്നെ ഇന്ന് കാണിച്ചു തരാടി. ശ്രേയച്ചി നിനക്ക് മതിയായില്ലല്ലേ ശ്രേയ? ഇന്നത്തോടെ തീർത്തു തരാൻ നിന്റെ അഹങ്കാരം. അയ്യോ അയ്യോ ശ്രേയച്ചി എന്താ പറ്റി? എന്നെ ചവിട്ടി തെറിപ്പിച്ചിട്ട് നീ നിന്ന് മോണ അച്ചു കളിക്കുന്നോടി. നിന്നെ ഞാനിന്ന് അയ്യോ എന്നെ കൊല്ലുന്നേ. ഇവൾക്ക് എവിടുന്ന ഇത്ര ശക്തി കിട്ടിയേ? അയ്യോ എന്റെ ശ്രീമഹേശ്വര, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇവളെന്താ ഇങ്ങനെ? ഇനി ഇത് ഗൗരിയുടെ പണിയാണോ? അയ്യോ മോതിരം. അയ്യോ അയ്യോ മോതിരം അവിടെയാണല്ലോ. വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ ഗൗരി എന്നെ കൊല്ലും. തൽക്കാലം നിനക്ക് ഇത് മതി. ശ്രേയച്ചി ശ്രേയച്ചി അയ്യോ ഇനി അവൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നോട് കളിക്കരുത്. നീ ഗംഗയാണോ പ്രേതമാണോ? ചേച്ചി ശ്രേയച്ചി വേണ്ട, നീ എന്നൊന്നും വിളിക്കണ്ട. അമ്മേ
ചേച്ചി അമ്മേ അമ്മേ എന്താ എന്താ മോളെ നിനക്ക് പറ്റിയേ? ആ ഗംഗ എന്നെ ഉപദ്രവിച്ചമ്മേ. ഗംഗയോ? ഗംഗ എങ്ങനെ നിന്നെ ഉപദ്രവിക്കുന്നേ? നിന്റെ പകുതി പോലും ആരോഗ്യം അവക്കുണ്ടാവില്ല. നിനക്ക് അവളെ കാലി വാരി നിലത്തടിച്ചൂടായിരുന്നോ? എന്റെ അമ്മേ, ഞാൻ അവളൊന്ന് തൊട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൾ എന്നെ ഒറ്റ ചവിട്ടിന് ഭിത്തിയിലൊട്ടിച്ചു. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായുവിൽ പറന്ന് നടക്കുമായിരുന്നെന്നാ തോന്നുന്നു. ഞാൻ അവളെ കൊല്ലും. ഇനി ഗംഗ ഇവിടെ വച്ച് വഴിക്കാൻ പറ്റില്ല. ഇത് മതിയാവും. ഞാൻ അവളെ തീർക്കാൻ പോവാ. എന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ പോകാതെ നിങ്ങൾ രക്ഷിക്കണം. എനിക്ക് മഹേഷിന്റെ കൂടെ ജീവിക്കാൻ ഗംഗയെ കൊല്ലാതെ വേറെ വഴിയില്ല. ഗംഗ നിന്നെ ഉപദ്രവിച്ചപ്പോ നിന്റെ കയ്യിൽ കവചമോതിരം ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് മോതിരം എടുത്തിട്ടു. അത് ശരി. അപ്പൊ ഗംഗയല്ല നിന്നെ ഉപദ്രവിച്ചത്, ഗൗരിയ. അതിന് നീ ഗംഗയെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് എന്താ കാര്യം? ഗംഗ പോയാ ഗൗരി പിന്നെ നമ്മുടെ ആരുടെയെങ്കിലും ദേഹത്തായിരിക്കും കേറുക. പിന്നെ നമ്മൾ തമ്മിൽ തല്ലിയായിരിക്കും ഇല്ലാതാവുന്നേ. അതെ, ആദ്യം ഇല്ലാതാക്കേണ്ടത് ഗൗരിയാണ്. അവളിങ്ങനെ പരകായ പ്രവേശനം ചെയ്ത് ഉപദ്രവിക്കാൻ തുടങ്ങിയ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. ആലോചിച്ചിട്ട് എന്നെ പേടിയാവുന്നു. രാത്രി കിടന്നുറങ്ങുമ്പോ ഗൗരി എന്റെ ദേഹത്ത് കയറിയിട്ട് ശ്രേയെ കൊന്നാലോ, അല്ലെങ്കിൽ നാത്തൂനെ കൊന്നാലോ? ഇതൊക്കെ തിരിച്ചു സംഭവിക്കാം. നിങ്ങളുടെയൊക്കെ ദേഹത്ത് കയറി എന്നെ കൊന്നാലോ? അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാതെ. ഹൈമാവതി പറയുന്നതിലും കാര്യമുണ്ട്. ഗൗരി ഇപ്പോ കൂടുതൽ ശക്തിയാണ്. മാത്രമല്ല, മഹിയും ഗംഗയും ആളുവും അവളുടെ സംരക്ഷണയിലാണ്. അവരറിഞ്ഞാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇപ്പോ എല്ലാവരും ഒറ്റക്കെട്ട. അവർക്കിടയിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ പരസ്പര സഹായമുണ്ട്. ആദ്യം അതില്ലാതാക്കണം. അതെങ്ങനെ ചെയ്യും? ആലോചിക്കണം. ആലോചിച്ചൊരു വഴി കണ്ടെത്തണം. അതിനിത്ര ആലോചിക്കാനൊന്നുമില്ല. ആദ്യം ആ ഗംഗ ഇവിടുന്ന് പുറത്താക്കണം. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അതെ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായത് ആ ഗംഗ വന്നതിന് ശേഷം. ആവശ്യമില്ലാത്ത എല്ലാത്തിലും കേറി അവള് തലയിടും. നമ്മുടെ എല്ലാ പ്ലാനും പദ്ധതികളും അവള് തകർക്കും. അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച പകുതി പ്രശ്നം അവിടെ തീരും. അതിനുള്ള വഴി നമുക്ക് ആലോചിക്കണം. വിവാഹത്തിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണ്ടേ മുത്തശ്ശി? എനിക്കും വിവാഹം ഉടനെ നടത്തണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ കാരണം അത് തട്ടിമാറി പോകുന്നതല്ലേ. അതിന് ഞാൻ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് ഉടനെ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകണം. അതിന് ഗംഗയെ കൂടി കൊണ്ടുപോകണം എന്നുള്ളതാ എൻ്റെ ആഗ്രഹം. വിവാഹം കഴിക്കാതെ ഗംഗയെ കൊണ്ട് അങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സുകൊണ്ട് അവളെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ചടങ്ങ്, അത് മാത്രം മതി. നകുൽമോൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ 100% ന്യായവും ഉണ്ട്. പക്ഷേ മഹി ഈ അവസ്ഥയിൽ കഴിയുമ്പോ എങ്ങനെ വിവാഹകാര്യം സംസാരിക്കുമെന്ന സങ്കടമാണ് എനിക്ക്. അതിന് ആളും ആർഭാടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് തീർത്തും ലളിതമായൊരു ചടങ്ങ്. ആ ചടങ്ങിൽ വെച്ച് ഗംഗയെ മുത്തശ്ശി എന്റെ കൈപിടിച്ചേൽപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. മോൻ പറഞ്ഞത് ശരിയാ. ഞാൻ ഏതായാലും ഇതേക്കുറിച്ച് ഇവിടെ ഒന്ന് സംസാരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹാരവും ഉണ്ടാക്കാം. അത് മതി മുത്തശ്ശി. വീട്ടിൽ നിന്നും അമ്മ പലതവണയായി എന്നോട് വിവാഹത്തെക്കുറിച്ച് പറയുന്നു. ഞാനാ ഓരോ കാര്യം പറഞ്ഞ് തെള്ളി മാറുന്നത്. എത്രയെന്ന് വെച്ചാ അമ്മയെ വിഷമിപ്പിക്കുന്നത്. എന്റെ വിവാഹം എന്നൊരു സ്വപ്നം ഓർത്താ അമ്മ കഴിയുന്നത്.
അതുകൊണ്ടുകൂടിയാ ഞാൻ പറഞ്ഞത്. മുത്തശ്ശിക്കും ഗംഗയ്ക്കും ഇവിടുള്ളവർക്കും എതിർപ്പൊന്നുമില്ലാത്ത സ്ഥിതിക്ക് മുത്തശ്ശി ഒന്ന് ആലോചിക്കുക. എനിക്ക് മനസ്സിലായി മോനെ. എത്രയും പെട്ടെന്ന് ഗംഗയെ നിന്റെ കയ്യിലേൽപ്പിക്കണം. അത് കഴിഞ്ഞു വേണം എനിക്ക് സ്വസ്ഥമാകാൻ. മഹിയുടെ ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റമുണ്ട്. നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. അല്ല, അത് മതി. ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആവശ്യപ്പെട്ട വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഗംഗ എനിക്കൊപ്പം തീർത്ഥാടനത്തിന് അയക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. എന്റെ ഭാര്യയായിട്ട് അവളെ ഈശ്വരന്മാരുടെ മുന്നിൽ കൊണ്ട് നിർത്തി എനിക്ക് ഗംഗയെ തന്നതിനും നല്ലൊരു കുടുംബം തന്നതിനും നന്ദി പറയണം. അതാണ് എന്റെ സ്വപ്നം. എല്ലാം മോന്റെ നല്ല മനസ്സാ. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ചെറുപ്പക്കാര് അധികം ഉണ്ടാവില്ല. ഈശ്വര സന്നിധിയിൽ വെച്ചാ നീ എന്റെ മുന്നിലേക്ക് വന്നത്. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാ ഞാൻ കാണുന്നത്. ഇത് മുത്തശ്ശി ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഭാഗ്യം ചെയ്തത് ഞാനാ. ഗംഗ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടെ എന്റെ ജീവിതത്തിന്റെ ഗതി മാറും. അതെനിക്ക് ഉറപ്പാ. ശരി മുത്തശ്ശി.